ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ബാലി സുഗ്രീവ കലഹ കഥ. പണ്ടു മായാവിയെന്നോരസുരേശ്വരനുണ്ടായതു മയൻ തന്നെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരേ. കിഷ്കിന്ധയാംപുരി പൊക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനുമോടിയെത്തിയിടിനാൻ. ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിതു. വാനരശ്രേഷ്ഠനുമെന്നോടു ചൊല്ലിനാൻ. ഞാനിതിൽ പൊക്കിവൻ തന്നെയൊടുക്കുവൻ. നൂനം വിലദ്വാരി നിൽക്കു നീ നിർഭയം. ക്ഷീരം വരികിലസുരൻ മരിച്ചിടും. ചോര വരികിലടച്ചുപോയി വാഴ്ക നീ. യുദ്ധം പറഞ്ഞതിൽ പൊക്കിതു ബാലിയും. തത്ര വിലദ്വാരി നിന്നേനടിയൻ. പോയിതു കാലമൊരു മാസമെന്നിട്ടുമാഗതനായതുമില്ല കപീശ്വരൻ. വന്നിതു ചോരവിലമുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ. ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധ പൂകിടിനേൻ. മർക്കടവീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും. വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. പുല്ലുവാനെന്നോടടുത്തു ഭയേന ഞാനെല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. നീളേ നടന്നുഴന്നിടും ദശാന്തരേ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ. ഋഷ്യമൂകാജലേ വന്നിരുന്നിടിനേ. വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ. ഊഢരാഗം മമ വല്ലഭ തന്നയും. നാടും നഗരവും പത്നിയുമെന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വത്പാദ പങ്കേരുഹ സ്പർശ കാരണാൽ ഇപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ. ചിത്തകാരുണ്യം കലർന്നു ചൊന്നാം. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും. വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം.
മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനുമിങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ചവിട്ടിപ്പറിച്ചുടൻ. ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞിതു രക്തവും വീണു മതംഗാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി പോദൃശ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരിപൂക മധുവാക്യ ഗൗരവാൽ. എന്നു ശപിച്ചതു കേട്ടു കപീന്ദ്രനുമന്നു തുടങ്ങി ഇവിടെ വരുവില. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മനസ്സേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭി തന്റെ തലയിതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തന് കൊന്നുകൂടും കപിവീരനെ നിർണയം. എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ. തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം. എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും. തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്നു പുകഴ്ന്നവർ. നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയുമർക്കാത്മജൻ പറഞ്ഞിടിനാൻ. മന്നവാ, സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കു മൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴുമിവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും. വട്ടത്തിൽ നിൽക്കും ഇവറ്റയൊരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികളീദൃശം കേട്ടൊരു സൂര്യാന്വയോദ്ഭൂതനാകിയ രാമനും. ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും. ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തൂണീരമൻ പോടു പുക്കോരനന്തരം. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിൻ തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനിണിക്കുന്നു യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവത്പദം. മോക്ഷദനായ ഭവാന ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥരാജാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാ വിരചിതം.
ആകയാൽ മേ മഹാദേവാ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ. മണ്ണിനായൂഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനവ്രത തീർത്ഥ തപഃക്രതു കർമ്മ പൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തലും വന്നുകൂടാ ബഹു സംസാരനാശനം. നിർണയം ത്വത്പാദ ഭക്തി കൊണ്ടെന്നിയേ ത്വത്പാദ പത്മാവലോകനം കേവലമിപ്പോൾ അകപ്പെട്ടതും ത്വത്കൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിൻ തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലുമെന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടുമജ്ഞാനം അനർത്ഥദം. ചിത്തം ഭവാങ്കലുറയ്ക്കാകിലും അതിഭക്തിയോടെ രാമ രാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മഘ്നനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ. ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ. ത്വത്പാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മത്പാപമുത്പാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വത്പാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേവല ജ്ഞാനവും. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാ മായാപ്രഭാവം ജഗത്പദേ. ത്വത്പാദ പങ്കജത്തിങ്കലുറയ്ക്കണമെപ്പോഴും ഉൾക്കാമ്പനിക്കു രമാപതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയനാകണമെന്നുട ജിഹ്വാ സദാ നാണമെന്നിയേ. ത്വച്ചരണാഭോരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുട ചാരുരൂപങ്ങൾ കാണായി വരികെന്നുട കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുട ചാരുചരിതം ധരാപതേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടണമച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വത്പാദപാംസു തീർത്ഥങ്ങളേൽക്കാകണമെപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗത്പതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവത്പദം. യുദ്ധം പുകഴ്ന്ന സുഗ്രീവന രാഘവൻ ചിത്തം കൊളുർത്തു പിടിച്ചു പുൽകിടിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെത്തതാ. മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി. താൻ ഋഷ്യമൂകാജലത്തിൽ വരാനുള്ള കാരണവും ബാലിയുമായിട്ടുള്ള ശത്രുത, ബാലിക്ക് തന്നോടുള്ള ശത്രുത വരാൻ കാരണം എന്തായിരുന്നു, ആ കഥയാണ് പറയുന്നത്. പണ്ട്
മായാവി എന്ന ഒരു അസുരേശ്വരൻ, മായാവി എന്നൊരസുരേശ്വരൻ ഉണ്ടായതോ, ഒരു അസുരൻ ഉണ്ടായിരുന്നു. മയൻ തന്നെ പുത്രനായി, മയൻ എന്ന അസുരന്റെ മകനായിട്ട് യുദ്ധത്തിനാരും ഇല്ലാഞ്ഞ് മതിച്ചവൻ ഉദ്ധതനായി, ആരെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണം യുദ്ധം ചെയ്യാൻ എന്ന ഒരു അഹങ്കാരത്തോടെ നടന്നിടും ദശാന്തരെ. അങ്ങനെ ഇരിക്കെ കിഷ്കിന്ധയാംപുരി ബുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ, മർക്കടന്മാരുടെ രാജാവായ ബാലിയെ വിളിച്ചു. യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ട് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചതുകൊണ്ട് അതിദുഷ്ടനാം ദൈത്യനും പേടിച്ച് മണ്ടിനാൻ. ആദ്യം തന്നെ നല്ലൊരു ഇടി കിട്ടി. അത് കിട്ടിയ ഉടനെ പേടിച്ച് ആ മായാവി പോയി, ആ അസുരൻ പോയി. പക്ഷേ ബാലി അങ്ങനെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ആ അസുരന്റെ പുറകെ ബാലിയും ഓടി. സുഗ്രീവൻ പറയുകയാണ്, ഞാനും അതു കണ്ട് ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ, ഒരു ഗുഹയിൽ ആ അസുരൻ ഉൾപ്പൊക്കിതു, അകത്ത് കടന്നു. അപ്പോൾ പോകുന്നതിന് മുൻപേ, ആ ഗുഹയിലേക്ക് പോകുന്നതിന് മുൻപേ വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ബാലി സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ ഇതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ, ഞാൻ ഈ ഗുഹയിൽ കയറി ഇവനെ ഞാൻ ഇല്ലാതാക്കുന്നതാണ്. നൂനം തീർച്ചയാണ്. വിലദ്വാരി, ഗുഹയുടെ ദ്വാരത്തിൽ നിൽക്കൂ നീ നിർഭയം, നീ പേടിക്കാതെ നിൽക്കൂ. ഇനി ക്ഷീരം വരികിൽ, പാലാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചിടും. അസുരൻ മരിച്ചു എന്ന് നീ കരുതിക്കൊള്ളുക. ചോര വരികിൽ, ഇനി ചോരയാണ് പുറത്ത് കാണുന്നതെങ്കിൽ അടച്ച്, കാരണം അതിനർത്ഥം ബാലി മരിച്ചു എന്നാണ്. അങ്ങനെ ആകുമ്പോൾ ആ അസുരനെയും പുറത്തേക്ക് വരാൻ വിടരുത്. അതുകൊണ്ട് നീ ഗുഹയുടെ വാതിൽ അടച്ചിട്ട് പോയി വാഴുക, നീ പിന്നീട് രാജ്യം ഭരിച്ചുകൊള്ളുക. യുദ്ധം പറഞ്ഞതിൽ പുക്കിതു ബാലിയും എന്ന് പറഞ്ഞാണ് ബാലി ഉള്ളിലേക്ക് കയറിയത്. തത്ര വിലദ്വാരി, ഗുഹയുടെ ആ ദ്വാരത്തിൽ നിന്നേൻ അടിയനും. സുഗ്രീവൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്നു. പോയിതു കാലം 1 മാസം, എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. 1 മാസം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ വന്നിതു ചോര, വിലമുഖം തന്നിൽ. പെട്ടെന്ന് കണ്ടത് ചോരയാണ്. എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും, അത് കണ്ടിട്ട് ഞാൻ ആകെ സങ്കടപ്പെട്ടു. എന്നാൽ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ച്, അഗ്രജൻ മായാവി മഹാസുരനാൽ കൊല്ലപ്പെട്ടു എന്നുറച്ച് ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ധ പുക്കീടിനേൻ. തിരിച്ചു വന്ന് എല്ലാവരോടും കാര്യം പറഞ്ഞു. മർക്കടവീരരും ദുഃഖിച്ചതു കാലം. ബാലി സുഗ്രീവനോട് പറഞ്ഞ കാര്യങ്ങൾ അസുരനും കേട്ടിരുന്നു. അതുകൊണ്ട് അവരെ തമ്മിൽ തെറ്റിക്കാനും, മാത്രമല്ല ഇനി അഥവാ അസുരനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ബാലി അവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ആ അസുരൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അസുരൻ തൻ്റെ മായാജാലം കൊണ്ട് പുറത്തേക്ക് ബാലി പോലും അറിയാതെ ചോര വരുത്തിച്ചത്. ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചാണ് സുഗ്രീവൻ തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയത്. അപ്പോൾ ബാലി പറഞ്ഞതുപോലെ വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്ക് ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും, എന്നാൽ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ട് ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. അങ്ങനെ ഞാൻ ആ ഗുഹയടച്ചത് ബാലിയെ കൊല്ലാനാണെന്ന് ധരിച്ചിട്ട് എന്നോട് കോപിച്ചു. ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു. ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. എനിക്ക് എവിടെയാ പോകേണ്ടതെന്നറിയില്ല, കാരണം ബാലിയോട് എതിർക്കാൻ എനിക്ക് സാധിക്കില്ല. നീളെ നടന്നുഴന്നീടും ദശാന്തരെ. അങ്ങനെ എവിടെയാ പോകേണ്ടത് എന്നറിയാതെ ഉഴലുന്ന സമയത്ത്
ബാലി വരികയില്ലത്ര ശാപത്തിനാൽ, ബാലി ഒരു ശാപം കാരണം വരില്ല എന്നുറപ്പുള്ള ഋഷ്യമൂകാചലെ വന്നിരുന്നിടിനേൻ വിശ്വാസമോടു ഞാൻ. ഇവിടെ എനിക്ക് സുരക്ഷിതമായി ഇരിക്കാം എന്നതിനാൽ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ, അല്ലയോ രാമ, ഇതാണ് സംഭവിച്ചത്. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ഊഢരാഗം മമ വല്ലഭ തന്നെയും. ഇതാണ് ബാലി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്താ ബാലി ചെയ്ത തെറ്റ് എന്ന്. ഇത് തന്നെയാണ് തെറ്റ്. ഒന്ന്, കാര്യം തിരക്കാതെ സ്വയം തെറ്റിദ്ധരിച്ചു. അങ്ങ് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാതെ തെറ്റിദ്ധരിച്ച് അനുജനെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കി. അത് മാത്രമല്ല, അനുജന്റെ ഭാര്യയെ ഊഢരാഗം, അനുരാഗത്തോടുകൂടെ സുഗ്രീവന്റെ വല്ലഭ തന്നെയും മമ വല്ലഭ തന്നെയും എൻ്റെ ഭാര്യയെയും പരിഗ്രഹിച്ചിടിനാൻ, വിവാഹം ചെയ്തു. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു ഞാൻ ആരുമില്ലാത്തവനായി. ത്വത്പാദപങ്കേരുഹ സ്പർശകാരണാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ. മിത്രാത്മജൻ സൂര്യന്റെ മകനായ സുഗ്രീവന്റെ ഉക്തികൾ, വാക്കുകൾ കേട്ടോരനന്തരം മിത്രദുഃഖേന, തൻ്റെ സുഹൃത്തിന് വന്ന ഈ ദുഃഖത്തിൽ സന്തപ്തനാം രാഘവൻ, രാമനും നല്ല സങ്കടം വന്നു. എന്നിട്ട് ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ, തവ ശത്രുവിനെ കൊന്ന്, ഇപ്പോൾ ബാലി ശത്രുപക്ഷത്താണ്, ആ ശത്രുവിനെ കൊന്ന് പത്നിയും രാജ്യവും വിത്തവും നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം അടക്കിത്തരുവൻ ഞാൻ, തിരിച്ച് ഞാൻ നേടിത്തരും. സത്യം, ഇത് രാമഭാഷിതം കേവലം, ഇത് രാമനാണ് പറയുന്നത്. മാനവേന്ദ്രോക്തികൾ കേട്ട് തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. അപ്പോൾ ഭാനുതനയൻ സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു: സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ട് നിർണയം. രാമൻ പറഞ്ഞപ്പോൾ ഒരാശ്വാസമായി. എന്നാൽ ബാലിയുടെ ആ ശക്തി അറിയാവുന്ന സുഗ്രീവൻ പറഞ്ഞു, സ്വർലോകനാഥജൻ, സ്വർഗലോകത്തിന്റെ നാഥനായ ഇന്ദ്രൻ, ഇന്ദ്രജൻ എന്നാൽ ഇന്ദ്രന്റെ മകൻ ആയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ട്, എളുപ്പമല്ല. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ബാലിയുടെ ആ കൈ പരാക്രമം ഞാൻ പറയാം. അതാണ് ഇനി പറയുന്നത്. ദുന്ദുഭിയാകും മഹാസുരൻ വന്ന് കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി. ഒരു പോത്തിന്റെ വേഷത്തിൽ ഇതിനു മുൻപ് ഒരു അസുരൻ വന്നിരുന്നു, ദുന്ദുഭി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ച് പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി. അങ്ങനെ ആ പോത്തിന്റെ രൂപത്തിൽ വന്ന അസുരന്റെ തല പറിച്ചെടുത്തു, ആ കൊമ്പ് പിടിച്ചിട്ട് പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി. അതായത് രണ്ടും രണ്ടായി, ശിരസ് വേറെ ഉടല് വേറെയായി ചവിട്ടിപ്പറിച്ചു. അങ്ങനെ ശിരസിങ്ങോട്ട് ചവിട്ടി പറിച്ചിട്ട് ഉത്തമാംഗത്തെ, ആ ശിരസിനെ ചുഴറ്റി എറിഞ്ഞിതു. രക്തവും വീണു മതംഗാശ്രമസ്ഥലെ. അങ്ങനെ ആ പോത്തിന്റെ തല വന്ന് വീണത് മതംഗമുനിയുടെ ആശ്രമ മുറ്റത്താണ്. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്നു ഋഷ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ, ബാലി ഇങ്ങോട്ട് ഈ ഋഷ്യമൂകാചലത്തിൽ വരികയാണെങ്കിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂക മധുവാക്യ ഗൗരവാൽ. ഇവിടെ മതംഗ മഹർഷി ശപിക്കുകയാണ്. ബാലിയുടെ തല പൊട്ടിത്തെറിക്കും, കാലപുരി പൂകും, മധുവാക്യം. ഇത് മതംഗ മഹർഷി, എൻ്റെ വാക്യ ഗൗരവം, എൻ്റെ വാക്കാണിത് എന്ന് ശപിച്ചത് കേട്ടു. ഇങ്ങനെ ബാലി അറിഞ്ഞു ഇങ്ങനെ ഒരു ശാപം കിട്ടിയത്. അങ്ങനെ കപീന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ വരുകയില്ല, ഇവിടെ മാത്രം വരികയില്ല, ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭി തൻ്റെ തല ഇത് കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ദുന്ദുഭിയുടെ തല ദാ നോക്കൂ, അവിടെ ആ ഋഷ്യമൂകാചലത്തിന്റെ മുകളിൽ അതുണ്ട്. അവിടെ
മന്ദരം പോലെ, ഒരു വലിയ പർവ്വതം പോലെയാണ് കിടക്കുന്നത്. ഭവാൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തന്, ഇതാരാണോ എടുത്ത് ദൂരെ എറിയുന്നത് അവൻ കൊന്നുകൂടും കപിവീരനെ നിർണയം. അതായത് ശ്രീരാമചന്ദ്രന് അതിന് സാധിക്കുമോ എന്ന് സുഗ്രീവന് സംശയമുണ്ട്. അങ്ങനെ ശ്രീരാമചന്ദ്രനെ പരീക്ഷിക്കുകയാണ്. അങ്ങേക്ക് ഇതെടുത്ത് ദൂരെ എറിയാൻ സാധിക്കുമോ? എങ്കിൽ മാത്രമേ ബാലിയെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നത് കേട്ട് ചിരിച്ചു രഘൂത്തമൻ. തന്നുടെ തൃക്കാൽ പെരുവിരൽ, ഒരു വിരല് മാത്രമാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ എടുത്ത് മേൽപോട്ടെറിഞ്ഞിടിനാൻ. ഒരൊറ്റ ഏറാണ്. ചെന്നു വീണു ദശയോജന പര്യന്തം, 10 യോജന അപ്പുറത്തേക്കാണ് അത് പോയി വീണത് എന്നത് കണ്ട് തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നു നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. എന്നാൽ അപ്പോഴും സുഗ്രീവന് പൂർണ്ണ വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് പിന്നെയും അർക്കാത്മജൻ സൂര്യന്റെ മകനായ സുഗ്രീവൻ പറഞ്ഞിടിനാൻ, മന്നവ, 7 സാലങ്ങൾ ഇവയല്ലോ. 7 സാലവൃക്ഷങ്ങളെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബാലിക്ക് മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവ എന്നറിഞ്ഞാലും ബാലി ഇവയുടെ അടുത്ത് വന്ന് മൽപിടുത്തം നടത്താറുണ്ട്. അങ്ങനെ വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം, ഈ മരങ്ങളെ പിടിച്ച് കുലുക്കുന്നേരം പത്രങ്ങളെല്ലാം, അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോവും 7നും. ഒന്ന് പിടിച്ച് കുലുക്കുമ്പോൾ തന്നെ 7ൽ നിന്നും ഇലകൾ വീഴും. അത്ര ശക്തിയാണ് ബാലിക്ക്. വട്ടത്തിൽ നിൽക്കും ഇവറ്റെ, ഇത് ഒരു വൃത്താകൃതിയിലാണ് നിൽക്കുന്നത്. ഇവയെ ഒരമ്പെയ്ത് പൊട്ടിക്കിൽ, ഒരൊറ്റ അമ്പെയ്തിട്ട് ഈ 7 എണ്ണത്തിനെയും ഇല്ലാതാക്കണം. എങ്കിൽ ബാലിയെ കൊല്ലായ്വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യ അന്വയോദ്ഭൂതനാകിയ, അന്വയം സൂര്യവംശം, സൂര്യവംശത്തിൽ ജനിച്ച രാമൻ സൂര്യാത്മജന്റെ വാക്കുകൾ കേട്ടിട്ട് ചാപം കുഴിയെ കുലച്ചൊരു, തൻ്റെ ചാപം കുലച്ച് ഒരു സായകം, ഒരമ്പ് ശോഭയോടെ തൊടുത്തെഴുതരുളിയിടിനാൻ. സാലങ്ങൾ 7 പിളർന്നു, 7 സാലവൃക്ഷങ്ങളും പിളർന്ന് പുറപ്പെട്ടു. ശൈലവും ഭൂമിയും ഭേദിച്ച് പിന്നെയും അതങ്ങനെ മുന്നോട്ടു പോവുകയാണ്. പർവ്വതവും ഭൂമിയും ഒക്കെ ഭേദിച്ച് പിന്നെയും ബാണം ജ്വലിച്ച് തിരിച്ചു വന്നാശു തൻ തൂണീരമൻപോട് വീണ്ടും ആവനാഴിയിൽ, രാമന്റെ ആവനാഴിയിൽ തിരിച്ചു വന്ന് പുക്കോരനന്തരം. അങ്ങനെയായ സമയത്ത് വിസ്മിതനായൊരു ഭാനുതനയനും. ഇനി ഇതിലപ്പുറം എങ്ങനെയാ തെളിയിക്കേണ്ടത്? ആകെ അമ്പരന്നു പോയി സുഗ്രീവൻ. സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രനെ കൂപ്പി തൊഴുതു. മാത്രമല്ല, ഇവിടെ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ തൽക്കാലത്തേക്ക് സുഗ്രീവനിൽ നിന്ന് ആ മായയുടെ ആ ഒരു മറ കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സുഗ്രീവനാണ് ഇനി ഭഗവാനെ സ്തുതിക്കുന്നത്. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിൻ തിരുവടി നിർണയം. പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാൺമാൻ എനിക്കിന്ന് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവത്പദം. നിർമ്മലർ ചിത്തരായവർക്ക് മാത്രമേ അങ്ങനെ മോക്ഷത്തിനായിട്ട് ആഗ്രഹിക്കാൻ തോന്നുകയുള്ളൂ. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. അങ്ങനെ കുറച്ചു നേരത്തേക്ക് സുഗ്രീവന് ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതായി. എന്നിട്ട് പറഞ്ഞു, മോക്ഷതനായ ഭഗവാനെ കിട്ടിയാൽ പിന്നെ മോക്ഷമല്ലാതെ ഞാൻ വേറെ എന്താണ് ചോദിക്കേണ്ടത്? പുത്രധാര അർത്ഥ രാജ്യാദി സമസ്തവും, പുത്രൻ, ഭാര്യ, ധനം, രാജ്യം, ഇതായിരുന്നു നേരത്തെ ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ പറയുന്നു, സമസ്തവും വ്യർത്ഥമത്രേ തവ മായാവിരചിതം. ഇതൊക്കെ അങ്ങയുടെ മായയല്ലേ ഭഗവാനെ. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ, എന്നിൽ പ്രസാദിച്ചാലും.
വ്യാപ്തമാനന്ദ അനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യാപ്തമായ വിശാലമായ ഒരു ആനന്ദ അനുഭൂതി ഞാനിതാ അനുഭവിക്കുന്നു. പ്രാപ്തോഹം, എനിക്കത് ലഭിച്ചിരിക്കുന്നു. ആഹന്ത, എന്താ ഭാഗ്യം, അതല്ലാതെ വേറെന്താ പറയേണ്ടത്? അപ്പം അതിനൊരു ഉപമ പറയുകയാണ്. മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. കുറച്ച് മണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് ഭൂമി കുഴിച്ചപ്പോൾ നിധി കിട്ടിയാൽ എങ്ങനെയിരിക്കും ഭഗവാനെ? ധർമ്മദാന വ്രത തീർത്ഥ തപ ക്രതു കർമ്മപൂർത്തി ഇഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും. പുണ്യം നേടാൻ വേണ്ടി സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ധർമ്മദാനം, ദാനം നൽകുക, വ്രതം, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക, തപസ്, ക്രതു, യാഗം, കർമ്മപൂർത്തി. കർമ്മപൂർത്തി എന്നാൽ ക്ഷേത്ര നിർമ്മാണം, കിണർ നിർമ്മാണം, ഇതൊക്കെയാണ് കർമ്മപൂർത്തി. ഇഷ്ടി എന്നാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ട് ചെയ്യുന്ന യാഗങ്ങൾ. ഇതൊക്കെ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം. ഇതുകൊണ്ടൊന്നും ഒരാളുടെയും സംസാര ദുഃഖം, സംസാര ആ മായാമോഹം അത് ഇല്ലാതാകുന്നില്ല. നിർണയം ത്വത്പാദഭക്തി കൊണ്ടെന്നിയേ, അങ്ങയിലുള്ള പാദഭക്തി കൊണ്ട് മാത്രമേ ത്വത്പാദ പത്മാവലോകനം, അങ്ങയെ കാണാൻ സാധിക്കുകയുള്ളൂ. കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വത് കൃപാബലം, ഇപ്പോൾ എനിക്ക് ലഭിച്ചത് അങ്ങയുടെ കൃപ കൊണ്ട് തന്നെയാണ്. യാതൊരുത്തന് ചിത്തം നിൻതിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു. ആർക്കാണോ അങ്ങയുടെ പാദാംബുജത്തിൽ മനസ്സിളകാതെ ഇരിക്കുന്നത്, കാൽക്ഷണം പോലും എന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥതം. ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ കാൽക്ഷണം അത്ര ഏകാഗ്രതയോടെ ഭഗവാനിൽ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി. എന്നാൽ കാൽക്ഷണം പോലും എന്നാകിൽ അവൻ തനിക്കൊക്കെ അവൻ്റെ ഉള്ളിലെ അജ്ഞാനം അനർത്ഥം എല്ലാം നീങ്ങിയിടും. ഒരു കാൽക്ഷണം നിങ്ങൾക്കൊന്ന് അത്രയും ഏകാഗ്രതയോടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാൻ സാധിച്ചാൽ മതി. ചിത്തം ഭവാങ്കലുറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേത്തി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റ് നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ച് കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ ഭക്തിയോടെ രാമരാമ ഇതി സാദരം ചൊല്ലുന്നവന്, അങ്ങനെയുള്ളവന് ദുരിതങ്ങൾ വേരറ്റ്, അത് വേരോടെ പിഴുതെറിയപ്പെടും. അങ്ങനെ അവൻ നല്ലനായേറ്റം വിശുദ്ധനാം, അവൻ്റെ അവന് ചിത്തശുദ്ധി കൈവരുന്നതാണ്. മാത്രമല്ല മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും, ബ്രഹ്മഘ്നൻ എന്നാൽ ഈ ബ്രാഹ്മണന്മാരെയൊക്കെ കൊല്ലുക, സാത്വിക ഗുണമുള്ളവരെയൊക്കെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുക, ഇതൊക്കെ ബ്രഹ്മഹത്യാ പാപമാണ്. അതുപോലെ മദ്യപാനം, ഇതൊക്കെ ഏറ്റവും പാപകരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ അങ്ങനെ മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ വിമുക്തനാകും. സദ്യോ വിമുക്തനാം. ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. കാരണം സുഗ്രീവന്റെ മനസ്സിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ആ മായ അങ്ങോട്ട് പോയി. ഇപ്പോൾ ശത്രുവിനെ ജയിക്കണം, ഭാര്യ വേണം, അങ്ങനെയൊന്നും ആഗ്രഹമില്ലാതായി. ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല, എനിക്ക് ഭക്തി വേണം ഭഗവാനെ. മുക്തി തരുവാൻ മുകുന്ദാദയാനിധേ, അത് തന്നെ എനിക്ക് മുക്തിയെ തരും. ത്വത്പാദഭക്തി മാർഗോപദേശം കൊണ്ട് മത് പാപം ഉത്പാടയ ത്രിലോകീപതേ. അങ്ങയുടെ ആ പാദഭക്തി മാർഗ ഉപദേശം കൊണ്ട് എൻ്റെ പാപത്തെ ഉത്പാടയ, ഇല്ലാതാക്കൂ ഭഗവാനെ. ശത്രു മധ്യസ്ഥ മിത്രാദി ഭേദഭ്രമം, എനിക്ക് അങ്ങനെ ഒരു ശത്രു എന്ന ഒരു വ്യത്യാസമൊന്നും ഇപ്പൊ തോന്നുന്നില്ല. മധ്യസ്ഥൻ, അതായത് ശത്രുവുമല്ല മിത്രവുമല്ല. ഇനി മിത്രം, എനിക്ക് വേണ്ടപ്പെട്ടവർ, അങ്ങനെ ഒരു ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വത്പാദപത്മാവലോകനം കൊണ്ടെനിക്ക് ഉൽപ്പന്നമായതു കേവലജ്ഞാനവും. അങ്ങ് ആരാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ എനിക്ക് ആ ജ്ഞാനമുദിച്ചു ഭഗവാനെ.
പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാ മായാപ്രഭാവം ജഗത്പതേ. ഭാര്യ, മക്കൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അങ്ങയുടെ ആ ശക്തി മായയാണെന്ന് മനസ്സിലായി ഭഗവാനെ. ത്വത്പാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പനിക്ക് രമാപദേ. എൻ്റെ ചിത്തം അങ്ങയിൽ ഉറച്ചു കിട്ടണം ഭഗവാനെ. ത്വന്നാമ സങ്കീർത്തന പ്രിയനാകണം എന്നുടെ ജിഹ്വ, എൻ്റെ നാവ് എപ്പോഴും അങ്ങയുടെ സങ്കീർത്തനത്തിൽ അങ്ങനെ രസിക്കാൻ എൻ്റെ നാവിന് സാധിക്കണം. സദാ നാണമെന്നിയെ, എനിക്ക് ഒരു നാണവും കൂടാതെ എവിടെ വെച്ചും ഭഗവാനെ കുറിച്ച് പാടാൻ സാധിക്കണം. ത്വച്ചരണ അംഭോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക, എനിക്കെപ്പോഴും അങ്ങയെ അർച്ചിക്കാൻ സാധിക്കണം. വരിക കരങ്ങളാൽ, എൻ്റെ കൈകൾ കൊണ്ട്. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ട്. നിരന്തരം എപ്പോഴും അങ്ങയെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധിക്കണം. കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതേ. ഭഗവാനെ, എൻ്റെ ചെവികൾക്ക് അങ്ങയെക്കുറിച്ചുള്ള വാർത്തകൾ, കഥകൾ മാത്രം കേട്ടാൽ മതി. മച്ചരണദ്വയം, എൻ്റെ 2 കാലുകൾ സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വത്പാദപാംസു തീർത്ഥങ്ങൾ ഏൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗത്പതേ. അങ്ങയുടെ പാദപാംസുക്കളാണ്, പാദത്തിലെ പൊടികൾ ആണ് തീർത്ഥങ്ങളായത്. അങ്ങനെയുള്ള തീർത്ഥങ്ങളുടെ ആ ജലം അത് എൻ്റെ അംഗങ്ങളെ, എൻ്റെ അവയവങ്ങളെ എപ്പോഴും നനയ്ക്കണം. അപ്പോൾ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാൻ എനിക്ക് സാധിക്കണം ജഗത്പതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവത്പദം. അങ്ങയുടെ ആ വിഗ്രഹത്തിൽ എപ്പോഴും എൻ്റെ ഉത്തമാംഗം കൊണ്ട്, ശിരസ്സുകൊണ്ട് എനിക്ക് നമിക്കാൻ സാധിക്കണം ഭഗവാനെ. ഇത്തം പുകഴ്ന്ന സുഗ്രീവന രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ. ഭഗവാൻ കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം നിന്നു. എന്നാൽ അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ, കുറച്ചു നേരത്തേക്ക് ആ മായാഭ്രമം വേരറ്റുപോയ മംഗലാത്മാവായ അംഗസംഗം, ഭഗവാനുമായിട്ടുള്ള സംഘം, ശരീരം കൊണ്ട് ഭഗവാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഭഗവാന്റെ ശരീരവുമായിട്ട് കുറച്ചു നേരത്തേക്കുള്ള ഒരു സംഘം വന്നപ്പോൾ തന്നെ പൂർണ്ണമായും ആ കൽമഷം വേരറ്റു. അങ്ങനെയുള്ള മംഗലാത്മാവായ പുണ്യജന്മമായ സുഗ്രീവനെ തഥാ. പക്ഷേ മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം വീണ്ടും മായയിലേക്ക് ഭഗവാൻ കൊണ്ടുവന്നു. കാരണം കാര്യസിദ്ധിക്ക് കരുണാജലനിധി, കരുണാജലനിധിയായ ഭഗവാൻ കുറച്ചു നേരത്തേക്ക് ആ മായയിൽ നിന്ന് മുക്തനാക്കി കൊടുത്തു. ആനന്ദാതിരേകത്താലാണ് സുഗ്രീവൻ ഇപ്പോൾ സ്തുതിച്ചത്. എന്നാൽ കാര്യസിദ്ധിക്ക് സുഗ്രീവൻ എനിക്കിനി രാജ്യം വേണ്ട, ഭാര്യയെ വേണ്ട, മക്കളെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു, രാമായണം തീർന്നു. അങ്ങനെ വരരുത്. ഈ മായാനാടകം രാവണനെ കൊല്ലുന്നത് വരെ, അല്ലെങ്കിൽ അതിനുശേഷം ഈ ഒരു അവതാരത്തിലൂടെ ഭഗവാൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് അത് സാധിക്കുന്നത് വരെ ഈ മായാനാടകം തുടർന്നു കൊണ്ടുപോകണം. അതാണ് കാര്യസിദ്ധി. ആ കാര്യസിദ്ധിക്ക് സുഗ്രീവനെ വീണ്ടും മായയിൽ പെടുത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ ഭഗവാൻ തന്നെ കൊടുത്ത അനുഗ്രഹം ഭഗവാൻ തന്നെ തിരിച്ചെടുത്തു. വീണ്ടും സുഗ്രീവനെ മായയിൽ പെടുത്തി. ഓം ശ്രീരാമചന്ദ്രായ നമഃ.